നഷ്ടപ്പെട്ടു. അതിന്റെ കൂടെയാണ് പോസ്റ്റൽ ബാലറ്റ് പ്രകാരം വോട്ട് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങിയത്. ഇപ്പോൾ SIR പരിഷ്കരണത്തിൽ തിരുവനന്തപുരം ചാല വാർഡിൽ നിരവധി പേർക്കാണ് വോട്ട് നഷ്ടമായത്. സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് ജനങ്ങൾ പറയുന്നത്. നേരത്തെ പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മനും ഇതേ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം ചാല വാർഡിൽ നിന്ന് TV പ്രസാദ് വോട്ട് നഷ്ടപ്പെട്ട വോട്ടർമാർക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, നേരത്തെ പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മനും ഇതേ കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ 10,000-ലധികം തന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അതിന്റെ കാരണം SIR ആണ്, പലർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ SIR പ്രകാരം വോട്ട് നഷ്ടപ്പെട്ട നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടോ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും ഇതൊരു പ്രധാന പ്രതിസന്ധി തന്നെയാണ്. സാധാരണഗതിയിൽ SIR പ്രകാരം ആദ്യം വോട്ടർ പട്ടികയിൽ പേരില്ലാതെ നഷ്ടപ്പെട്ടു പോയവർ പിന്നെ ഒന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ വോട്ട് നഷ്ടപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല അരുൺ. ഇത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ 134ാമത്തെ വാർഡാണ്. ചാലയിലാണ് സ്ഥലം. ഇവിടെ 134ാമത്തെ ബൂത്ത്. ഇവിടെ ഇവരുടെ ആദ്യഘട്ടത്തിൽ ഇവരുടെ പേരുണ്ടായിരുന്നില്ല. ഈ നിൽക്കുന്ന ശശിധരൻ്റെ വീട്ടിൽ 6 പേരുണ്ട്. 6 പേരിൽ ഈ നിൽക്കുന്ന ശശിധരന് മാത്രമാണ് വോട്ടുള്ളത്. അമ്മയ്ക്ക് വോട്ടില്ല, മകൾക്ക് വോട്ടില്ല, മറ്റു മക്കൾക്കും വോട്ടില്ല. 5 വോട്ട് ഒരൊറ്റ വീട്ടിൽ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രശ്നം ഇവർ പിന്നീട് BLOയെ വിളിച്ചു വരുത്തി, ഫോം കൊടുത്തു, വേണ്ട രേഖകൾ കൊടുത്തു. പക്ഷെ എന്നിട്ടും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഇത് ശശിധരൻ്റെ വീട്ടിലെ മാത്രം അവസ്ഥയല്ല. ഇവിടെ തൊട്ടടുത്തുള്ള 4 വീടുകളിൽ എത്ര വോട്ടുകൾ മിസ്സായി? 11. ഈ തൊട്ടടുത്തുള്ള 11 വോട്ടുകളാണ് 4 വീടുകളിൽ നഷ്ടമായത്. ഇതിൻ്റെ പ്രശ്നം ആദ്യഘട്ടത്തിൽ SIRന്റെ പ്രകാരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേര് നഷ്ടപ്പെട്ടു, പേരില്ല, ഓക്കെ. പക്ഷെ അതിനുശേഷം ഇവർ ഫോമെല്ലാം കൊടുത്തതിന് ശേഷവും ഇവർ വോട്ടർ പട്ടികയിൽ ഇടുന്നില്ല. എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്ന ആളായിരുന്നു? ഇതിന് ശേഷം വോട്ട് ചെയ്തു. പൂർത്തിയായതിനു ശേഷം എല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഇപ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല, ലിസ്റ്റിൽ പേരില്ല. കേട്ടല്ലോ അരുൺ. ഇതെന്തെങ്കിലും രീതിയിൽ ഇവരുടെ അശ്രദ്ധ കൊണ്ടല്ല എന്ന കാര്യം ഓർക്കണം. BLOയെ വിളിച്ച് ഇവിടെ വരുത്തി എല്ലാ രേഖകളും കൊടുത്തു. ഇനി അതിന്റെ കഥയിലേക്ക് വരാം. എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് ഇവിടെ BLO ഈ വീടുകളിൽ സന്ദർശിച്ചിട്ടുള്ളത് ഒരൊറ്റ പ്രാവശ്യമാണ് ഫോം തരാൻ വേണ്ടി. തന്നിട്ട് പിന്നീട് അവർ വിളിച്ച് പറയുന്നത് ഒരു ദിവസം വന്നിട്ട് ഞാൻ ഇന്നിവിടെ 2 മണിവരെ കാണുള്ളൂ, 11 മണിക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കണം. അപ്പം ഒരു നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ അയൽവക്കക്കാരുടെ അടുത്തും കൂടെ പറയണം. അപ്പോൾ എൻ്റെ അറിവിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച, ഇപ്പോൾ എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഡ്യൂട്ടിയാണ് ബാക്കിയുള്ളവരെ ഇൻഫോം ചെയ്യാനുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് കൊടുത്തു. അപ്പം ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും വേറെ ദിവസം വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ 2002 വോട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പിയായിട്ട് പെട്ടെന്ന് എത്തണം, 5 മിനിറ്റിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കല്യാണം കഴിച്ച് പോയത് കൈമനമാണ്. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഈ കോപ്പി എടുത്തുകൊണ്ട് വന്ന് ഇവർ പോകാൻ റെഡിയായി അപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിസ്റ്റ് വന്ന് പുറത്തായവരുടെ ലിസ്റ്റിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ പേരുകളില്ല. അപ്പോൾ അതിനും ഇവരുടെ വീട്ടിൽ തന്നെ ഇല്ല എന്നുള്ളത് ഇവരറിയുന്നില്ല. കാരണം എനിക്ക് ഈ ഫോൺ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടനും ചേച്ചിക്ക് വോട്ടില്ല, നമുക്ക് ആർക്കും രേഖകൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ വിളിച്ചപ്പോൾ BLO പറഞ്ഞത്, ഫസ്റ്റ് വിളിച്ചപ്പോൾ BLO പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിക്കാരോട് പോയി ചോദിക്കും. പിന്നീട് ഇവര് പട്ടികയിൽ വന്നില്ല. ഒറ്റ മിനിറ്റ് ഇവിടെയും ചോദിക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്താ അവസ്ഥ? ഞങ്ങളുടെ വീട്ടിൽ 2 പേർക്ക് വോട്ടില്ല. ഞങ്ങളുടെ അനിയനും ഭാര്യയും ആദ്യം ഇതിന്റെ ഫോമൊന്നും പൂരിപ്പിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. രണ്ടാമത് അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. രണ്ടാമത് ഞങ്ങൾ പൂരിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു എന്നായിരുന്നു മറുപടി. പക്ഷെ ഇപ്പോൾ അവർക്ക് 2 പേർക്കും വോട്ട് കിട്ടിയില്ല. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതല്ല എന്ന് തോന്നുന്നു. അതായത് ഏറ്റവും ഗുരുതരമായ വീഴ്ച ഉണ്ടായി നിൽക്കുന്ന മനുഷ്യരുടെ, അതായത് 4 വീടുകളിൽ നിന്ന് ഏതാണ്ട് 10-ലധികം ആളുകളുടെ വോട്ട് നഷ്ടപ്പെടുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. അടിയന്തരമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇടപെടണം എന്നുള്ളതാണ്. ഇതൊരു ചാല വാർഡിലെ ഈ ഒരു 134ാം ബൂത്തിലെ വിഷയമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും TV പ്രസാദ്, നേരത്തെ പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മനും ഇതേ വിഷയം തന്നെ ഉന്നയിച്ചു. അവിടെ 10,000-ഓളം വോട്ടുകൾ തനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തു. വിജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറയാനുള്ള കാരണം SIR കാരണം വോട്ട് ഒഴിവാക്കിയതാണ് എന്നുള്ളതാണ്. അതിൽ വലിയ ഗുരുതരമായ ആക്ഷേപമാണ് ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിരിക്കുന്നത്.